ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണിയും കാദംബരിയും കാർത്തികയും കൂടി അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞ ആൾക്ക് നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇനി അയാളെ കാണുമ്പോൾ മുഖം ഒന്ന് തിരിച്ച് നടക്കണ്ട എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, എൻ്റെ മോളെ, നിൻ്റെ ഏറ്റവും ഒരു സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഈ ഒരു സ്വഭാവമാണ്. ഒരാൾ സ്നേഹം കാണിച്ചാൽ അയാൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കും. ഈ പ്രകാശം എന്ന് പറഞ്ഞ ആൾ ഒരാൾക്ക് ഒരിക്കലും മാറാൻ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ ജയിലിൽ കിടക്കുന്ന മകനുണ്ടല്ലോ വിക്രമാദിത്യൻ, അവൻ പറഞ്ഞു കാണുമായിരിക്കും അവൻ പരോളിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ ആയിട്ടൊന്ന് സ്നേഹത്തിലാവാനായിട്ട്. അതിന് വേണ്ടിയായിരിക്കും അയാളുടെ പുതിയ നാടകം എന്ന് പറയുമ്പോൾ കാദംബരി പറയുന്നുണ്ട്, അതേ കല്യാണി, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നണമെന്ന് പറയാണ്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അതുമാത്രമല്ല പൂജാരിയും ഇടയ്ക്ക് പറയാറുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ടൊക്കെ അർച്ചനയും വഴിപാടൊക്കെ ചെയ്യാറുണ്ടെന്നും. കാദംബരി പറയുന്നുണ്ട്, കല്യാണി, അത് നമ്മൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യണത്, നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ പൂജാരി നമ്മുടെ ഈ കാര്യം പറയുമെന്നേ അയാൾക്ക് നന്നായിട്ട് അറിയാം. അയാളുടെ ഉദ്ദേശം അത്ര നല്ലതൊന്നുമല്ലെന്നാണ് എനിക്കും തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ തൊഴുതിങ്ങനെ ഇറങ്ങാൻ പോണ സമയത്ത് അവിടേക്ക് പ്രകാശൻ ഇങ്ങനെ വരും കേട്ടോ. കാദംബരി പറയുന്നുണ്ട്, കല്യാണി, ഇതേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളെത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. പ്രകാശൻ പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ 3 പെൺമക്കളെയും ഒരുമിച്ച് കാണാണ്. പ്രകാശിൻ്റെ സന്തോഷമാവാണ്. പ്രകാശൻ വേഗം തന്നെ 2-3 പെൺമക്കളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അയ്യോ, ഞാനിപ്പോൾ സ്വപ്നത്തിൽ കണ്ടേ ഉള്ളൂ നിങ്ങളെ 3 പേര് ഒരുമിച്ച് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചേ ഉള്ളൂ, ഭഗവതിയുടെ പ്രാർത്ഥിച്ചേ ഉള്ളൂ. ഞാൻ കല്യാണി മോളെ അമ്മേനെയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ കാണാറുണ്ട്, പക്ഷെ 3 പേരും ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഭയങ്കര സന്തോഷമായി എന്ന് പറയണം. എനിക്ക് അറിയില്ല എന്ത് പറയണമെന്ന്. എൻ്റെ 3 പെൺമക്കളെ ഒരുമിച്ച് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. കാർത്തിക മോളെ അധികം ദ്രോഹിച്ചിട്ടുണ്ടാവില്ല. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലല്ലോ. ഞാൻ മരിച്ചെന്ന് വിശ്വസിച്ച് നിങ്ങൾ ഓടലെറിഞ്ഞു പോയില്ലേ? ശരിയാ, ഓടലെറിഞ്ഞു പോയി. ആ ഒരു അച്ഛനാണ് ഞാൻ. പക്ഷേ കല്യാണി മോള്, അവളെയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചേക്കണത്. ഇവളെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് വിഷം കൊടുത്തായിരുന്നു ഞാൻ. ഇവളെ ജനിച്ചു കഴിഞ്ഞപ്പോഴേ ഇവൾക്ക് മുഖം കൊടുക്കില്ല, ഞാൻ തിരിഞ്ഞു നിൽക്കുമായിരുന്നു ഞാൻ. എൻ്റെ മോളെ എന്നെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ മോളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയത്ത് ആരും എന്നെ വിശ്വസിക്കുന്നുമില്ല. തന്നെ എങ്ങനെ വിശ്വസിക്കാനാടോ എന്ന് കാദംബരി പറയാണ്. ഞങ്ങളെ 3 പേരും കൊല്ലാനല്ലേ താൻ നോക്കണത് എന്ന് പറയുമ്പോൾ, മോളെ ഒരിക്കലുമില്ല. അപ്പോൾ താൻ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടോ? അതെ, നിങ്ങൾ 3 പേരും എന്നെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന തൻ്റെ മോനെയോ എന്ന് കാദംബരി ചോദിക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അവനെ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രാവശ്യം കാണാൻ പോയി. അവന് നല്ല ഉപദേശങ്ങൾ കൊടുത്തു, നന്നാവാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവനതൊന്നും കേൾക്കുന്നില്ല മക്കളെ. എന്തായാലും അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്ക് എൻ്റെ 3 മക്കളെയും ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ. നിങ്ങൾ 3 പേരും പോവല്ലേ കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് വരാം. ഇവിടെ തന്നെ നിൽക്കേ, പെട്ടെന്ന് തൊഴുതിട്ട് വരാം എന്ന് പറയാണ്. ഞങ്ങൾ എന്തിനാണ് നിൽക്കണത്? ഞങ്ങൾ പോകുക, പ്ലീസ് നിങ്ങൾ പോവരുത്, പോവല്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് വരാം, പെട്ടെന്ന് വരാം, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രകാശം വേഗം അമ്പലത്തിനുള്ളിലേക്ക് കയറുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. പ്രകാശം കയറുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, കല്യാണി വാ നമുക്ക് പോകാം. അയ്യോ ചേച്ചി, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അയാൾ അങ്ങനെ പലതും പറയും. നീ വരാൻ നോക്കിക്കേ കല്യാണി എന്ന് പറയാണ്. ചേച്ചി, അത് പോയാൽ ശരിയാവില്ല. അതെ കാദംബരി പെണ്ണ്, ഞങ്ങൾ പോകാം, നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറയുമ്പോൾ, ചേച്ചി അത് നീ വരാൻ നോക്ക് കല്യാണി എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ വിളിച്ചുകൊണ്ട് അവർ പോകുക കേട്ടോ. പ്രകാശൻ ഇങ്ങനെ അമ്പലത്തിൽ 3 പേർക്കും പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നുണ്ട്. ശേഷം ദക്ഷിണ കൊടുക്കുമ്പോഴേക്ക് പൂജാരി പറയുന്നുണ്ട്, അത് വേണ്ട, അത് കൈ വെച്ചോളൂ, ഭിക്ഷ എടുത്ത പൈസയല്ലേ, അത് കൈ വെച്ചോളൂ. അയ്യോ അങ്ങനെ പറയല്ലേ പൂജാരി, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത പുഷ്പാഞ്ജലിയാണ്, ആ പൈസ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എൻ്റെ 3 മക്കളെ പുറത്ത് നിൽക്കുന്നുണ്ട്, എന്നെ കാത്തു നിൽക്കുക, അവരെന്നെ മനസ്സിലാക്കുമായിരിക്കും. എല്ലേ തിരുമേനി മനസ്സിലാക്കുമോ? എല്ലാം മനസ്സിലാക്കും, എല്ലാം നല്ലതിനെ വരുള്ളൂ. എൻ്റെ മക്കളെന്നെ കാത്തു നിൽക്കുന്നുണ്ട്, ഞാൻ പോട്ടെ, അവർക്ക് ധൃതിയുണ്ട്, വലിയ വലിയ ജോലിയിൽ പോണ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രകാശം വേഗം അർച്ചനയൊക്കെ ആയിട്ട് മക്കൾക്ക് തൊട്ടുകൊടുക്കാൻ വേണ്ടി വേഗം പോകുക കേട്ടോ. അങ്ങനെ പ്രകാശം വരാന്തയിലെത്തുമ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല. പ്രകാശിന് മനസ്സിലായി തൻ്റെ 3 പെൺമക്കളും അവിടെ നിന്ന് പോയെന്ന്. പ്രകാശിന് ആകെ വിഷമമാവാട്ടോ. പിന്നീട് കാണിക്കണ സരയുവിനെയാണ്. സരയു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വീട്ടിലേക്ക് കയറി വന്നിരിക്കുക കേട്ടോ. ഷാരി ചോദിക്കേണ്ട, മോളിത് നേരത്തെ ആണല്ലോ, എന്താ ഞാൻ നേരത്തെ വരാൻ പാടില്ലേ? അയ്യോ മോളെ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ, മോളെപ്പോഴും വൈകിയാണല്ലോ വരുന്നത്, ഇന്ന് നേരത്തെ വരണം തോന്നി വന്നു എന്ന് പറഞ്ഞിട്ട് സരയു നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. മുകളിലേക്ക് കയറിപ്പോയിട്ട് മുകളിൽ കയറി പോകുമ്പോൾ ഒരു കാര്യം കൂടി ഷാരെടുത്ത് പറയും കേട്ടോ. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ജയിലിലാണല്ലോ, നിങ്ങളെ രൂപാൻ്റെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ നോക്ക്. ഇനി നിങ്ങൾക്ക് അതേ ഉള്ളൊരു ആശ്രയം. അയ്യോ അവിടെ എങ്ങനെയാണ് പോകണം, അവിടെ ചന്ദ്രസേനില്ലേ, അത് കുഴപ്പമില്ല, കയ്യോ കാലോ പിടിച്ച് അവിടെ നിൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സരിയു മുകളിലേക്ക് കയറിപ്പോ. ഇവൾക്കിതെന്തു പറ്റി എന്ന് ഷാരി ആലോചിക്കുന്നുണ്ട്. ശേഷം സരിയു വാതിൽ തുറന്ന് റൂം അടച്ച് വാതിലുള്ളിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പ് എടുക്കുന്നുണ്ട്. ശേഷം ആ പെൺഡ്രൈവ്, അതായത് ആദ്യത്തെ പെൺഡ്രൈവ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റൈൽസിലെ ആളത് കൊടുത്ത
പെൺഡ്രൈവ് ആട്ടോ. അത് സരയു ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാണ്. ശേഷം നോക്കുമ്പോൾ അതിൽ ആദ്യം കാണുന്നത് ഡോണയും അതുപോലെ തന്നെ മനോഹറും കൂടി ടെക്സ്റ്റൈൽസിൽ പോയ ഭാഗങ്ങളാട്ടോ കാണുന്നത്. ഡോണയുടെ മേത്ത് മനോഹർ ഡ്രസ്സൊക്കെ വെച്ച് കൊടുക്കുന്നതും അങ്ങനത്തെ പല ഭാഗങ്ങളും സരയു കാണുന്നുണ്ട്. സരയു ആകെ തകർന്നു പോവാണ്. ശേഷം അടുത്ത പെൺഡ്രൈവ് ഇടുവാട്ടോ. അത് വേറൊന്നുമല്ല, ആ ഓഡിറ്റോറിയത്തിൽ ആൾ കൊടുത്ത പെൺഡ്രൈവ് ആണ്. അത് കുത്തുമ്പോഴേക്കും കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നിഷയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഭാഗമാണ് കാണിക്കുന്നത്. ഇത് രണ്ടും കണ്ട് സരയു തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവാണ്. സരയുക്ക് എന്ത് ചെയ്യണമെന്നറിയാം. സരയു ലാപ്ടോപ്പൊക്കെ വലിച്ചെറിയാണ്. ഈശ്വര, ഞാൻ അറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു പ്രതീക്ഷ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. എൻ്റെ കുഞ്ഞിന് ഇനി അച്ഛനും ഇല്ലാതെയായി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ സരയു മോളുടെ അടുത്തേക്ക് പോകണം. മോള് റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മോളേന്ന് പറഞ്ഞിട്ട് മോളുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ശേഷം മോളെ കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സരയു. ശേഷം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ മുടിയൊക്കെ പിടിച്ചിങ്ങനെ വലിക്കാട്ടോ. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് സരയു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിലത്തേക്ക് ഇറങ്ങി വരുവാണ്. നിലത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പിൽ കൂടി നിലത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലെ ഹോളിലെ സാധനങ്ങളൊക്കെ വലിച്ച് നിലത്തേക്ക് ഇടുകയാണ്. ഷാരി വരുന്നുണ്ട്. മോളെ എന്താ സംഭവിച്ച മോളെ എന്താ ഇങ്ങനെയൊക്കെ മനസ്സിലായില്ലേ? എനിക്ക് മതിയായി. ഞാൻ പോകുക, പറക്കാൻ പോകുക. ഞാൻ അറിയാലോ, ഞാനും മനുവേട്ടനും കൂടിയിട്ട് എവിടെയാണ് പോകണമെന്ന്? അമേരിക്കയിലെ വാഷിങ്ടണിൽ പോകും. ആ സമയത്ത് മോളെയും കൊണ്ടുപോകും. ഞങ്ങൾ 3 പേര് പോകും. ഈ ലോകത്തെ എല്ലാവരും ചീത്തയാ. നിങ്ങൾ ചീത്തയാ, എൻ്റെ അച്ഛൻ ചീത്തയാ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞിടക്കുന്ന ഒരു സ്ത്രീയില്ലേ, എല്ലാവരും ചീത്തയാ. അയൽപക്കത്തുള്ളവരൊക്കെ ചീത്തയാ. അവർക്ക് എപ്പോഴും നല്ല കാലം, ഞങ്ങൾക്ക് മാത്രം നല്ല കാലമില്ല. പക്ഷെ ഒരാളുണ്ട് എൻ്റെ കൂടെ, എൻ്റെ മനുവേട്ടൻ നല്ലവനാ. എൻ്റെ മനുവേട്ടൻ ഉള്ളത്തോളം കാലം എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മനുവേട്ടനെ ദൈവത്തെ പോലെ എനിക്ക്. ഞാനും എൻ്റെ മനുവേട്ടനും എൻ്റെ മോളും കൂടി അമേരിക്കയിലേക്ക് പോകും. മോളെ, നീ എന്തൊക്കെയാണ് പണ്ടത്? നിൻ്റെ മട്ടും പാവൊക്കെ കണ്ട് എനിക്ക് പേടിയാവുന്നു. ഓഹോ, നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടല്ലേ? എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ കൊണ്ടേ സെല്ലിലടക്ക്. ഭ്രാന്തന്മാരെയൊക്കെ അവിടെയല്ലേ അടക്കണത് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. മോളെന്നൊക്കെ എന്താ സംഭവിച്ചത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല സ്ത്രീയെ, നിങ്ങളെയൊക്കെ ഞാൻ ഇല്ലാതാക്കും. എൻ്റെ ജീവിതം തകർന്നു പോയെന്ന് നിങ്ങൾ വിചാരിച്ചു? എൻ്റെ ജീവിതം തകർന്നിട്ടില്ല. കാരണം എന്താ? എൻ്റെ കൂടെ എൻ്റെ മനുവേട്ടനുണ്ട്. എൻ്റെ മനുവേട്ടൻ എന്നെ എന്ത് ഇഷ്ടമെന്നറിയാവോ? എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകും, എന്നെ പാർക്കിൽ കൊണ്ടുപോകും, എന്നെ ബീച്ചിൽ കൊണ്ടുപോകും, എനിക്ക് മിഠായി വാങ്ങിച്ചു തരും, എനിക്കെല്ലാം വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞ് പിന്നെയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് സരയു വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടുകാരെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇവിടെ വീടെടുത്തതാ. എന്നിട്ട് ഇപ്പം എന്തായി? അവർ മുകളിലേക്ക് പൊങ്ങി വളർന്നു. ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒന്നും വേണ്ടായിരുന്നു. എല്ലാം നശിഞ്ഞു. ഒന്നുമില്ല ഇനി. എല്ലാം പോയി. പക്ഷെ എൻ്റെ മനുവേട്ടൻ എൻ്റെ കൂടെയുണ്ട് കേട്ടോ. എൻ്റെ മനുവേട്ടനെ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മനുവേട്ടന് ജീവനാ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് വേഗം പോകാൻ. ഈശ്വരൻ, എൻ്റെ മോൾക്ക് ഇതെന്ത് സംഭവിച്ചു എന്ന് ഷാരി ഇങ്ങനെ വിചാരിക്കുകയാണ്. സരി നേരെ പോണത് ജയിലിലേക്കാട്ടോ. നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ രാഹുൽ വരുന്നുണ്ട്. ആ മോളോ? അതെ, ഞാനേ വന്നത് എന്തിനാണെന്നറിയാവോ? അച്ഛനോട് യാത്ര പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും എൻ്റെ മനുവേട്ടനും കുഞ്ഞും കൂടിയിട്ടേ അമേരിക്കയിൽ പോകും. ഒരു 2 മാസം അമേരിക്കയിൽ നിന്നിട്ടേ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഭാര്യ, അതായത് എൻ്റെ വളർത്തമ്മ, അവരെ ഞാൻ അമേരിക്കയിൽ കൊണ്ടുപോകും. ഞങ്ങൾ അവിടെ സുഖമായിട്ട് ജീവിക്കും കേട്ടോ. 25 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ, അപ്പം നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞങ്ങളിവിടെ റിസോർട്ട് തുടങ്ങുന്നുണ്ട്. ആ റിസോർട്ടിൽ ഒരു റൂം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു വെക്കും. എൻ്റെ മനുവേട്ടനെ ആരാന്നറിയാവോ? വാഷിങ്ടണിലൊക്കെ ഭയങ്കര പിടിപാടാ. അവിടുത്തെ അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് അമേരിക്കയിൽ എൻ്റെ മനുവേട്ടന്. മനസ്സിലായോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈശ്വരൻ, എൻ്റെ മോളെന്താ ഇങ്ങനെ എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ സരിയോ പൊട്ടിച്ചിരിക്കുകയാണ്. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്താ അച്ഛൻ പേടിച്ചു പോയോ? അച്ഛൻ പേടിക്കണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയാവോ? എനിക്കെൻ്റെ മനുവേട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഈശ്വര, എൻ്റെ മോളുടെ കൺട്രോൾ പോയി, എൻ്റെ മോളുടെ ജീവിതം പോയി, ഇവളുടെ സമനില തെറ്റി എന്ന് പറയുകയാണ് രാഹുൽ. സരിയു സെല്ലിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുക കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ.